Dear students, overall welcome to another class of management concept and principles. In previous class, we learned various things about the business ethics. Today also we are discussing about this chapter, but the different concept, that is corporate social responsibility. Let's see the details. Before I am going my topic, I will show you some pictures and facts relating to the corporate social responsibility. Let us see. This is some facts relating to the corporate social responsibility. The first part of this picture shows the new Companies Act requires all companies with rupees 5 crore net or rupees 1000 crore turnover to spend 2% of annual profit on CSR. That means ഒരു കമ്പനി 5 കോടി അതിൽ അല്ലെങ്കിൽ 1000 കോടിയോ ടേൺ ഓവർ ലഭിക്കുകയാണെങ്കിൽ അത്തരം കമ്പനികൾ അവരുടെ ആനുവൽ പ്രോഫിറ്റിൻ്റെ 2% കോർപ്പറേറ്റ് സോഷ്യൽ റെസ്പോൺസിബിലിറ്റിക്ക് വേണ്ടി ചെലവാക്കണം എന്നുള്ളതാണ് ഈ ഒരു ഫാക്റ്റിൽ പറയുന്നത്. ദ സെക്കൻഡ് പാർട്സ് ഇതിൽ പറയുന്നത് ടാറ്റ കമ്പനി ഇതുപോലെ തന്നെ 660 കോടി CSRന് വേണ്ടി ചെലവഴിച്ചിട്ടുണ്ടെന്നും അത് സ്കിൽ അപ്ഗ്രഡേഷനും അതുപോലെ തന്നെ ഹെൽത്ത് എഡ്യൂക്കേഷൻ അപ്ഗ്രഡേഷനും ഫെസിലിറ്റിക്ക് വേണ്ടിയിട്ടായിരുന്നു എന്നുള്ളതും, അതുപോലെ തന്നെ ബിർള ഗ്രൂപ്പ് ഇതേപോലെയുള്ള എമൗണ്ട് സ്പെൻഡ് ചെയ്തിട്ടുണ്ട്. ഇതിനേക്കാളും 2%നേക്കാളും കൂടുതൽ സ്പെൻഡ് ചെയ്തിട്ടുണ്ട്. ഗോദ്രേജ് ഗ്രൂപ്പ് സ്പെൻഡ് ചെയ്തിട്ടുണ്ട് CSR വേണ്ടിയിട്ട് എന്നൊക്കെയാണ് ഈ ഒരു ഫാക്റ്റിൽ പറയുന്നത്. അപ്പോൾ എന്താണ് CSR എന്ന് ഞാൻ ഇതുവരെയും നിങ്ങളോട് പറഞ്ഞിട്ടില്ല. എന്നാലും CSR വളരെ ഇമ്പോർട്ടൻ്റ് ആയ ഒരു കാര്യമാണെന്ന് നിങ്ങൾക്ക് മനസ്സിലായി കാണും. കാരണം കമ്പനീസ് ആക്റ്റിൽ തന്നെ ഇതിനെക്കുറിച്ച് വളരെ വ്യക്തമായ രീതിയിൽ തന്നെ പ്രതിപാദിക്കുന്നുണ്ട്. ദെൻ അനദർ ഡീറ്റെയിൽസ് റിലേറ്റിംഗ് ടു ദ ടാറ്റ ഗ്രൂപ്പ്. ടാറ്റ ഗ്രൂപ്പിൻ്റെ CSR പ്രവർത്തനവുമായി ബന്ധപ്പെട്ട് ചില റിപ്പോർട്ടുകളാണ് ഈ പറയുന്നത്. അതായത് ഇത്രയും നമ്പർ കമ്മ്യൂണിറ്റി മെമ്പേഴ്സിന് അവരുടെ ഹെൽത്തിന് വേണ്ടിയിട്ട് ഇവർ സർവീസ് ചെയ്തു, അതുപോലെ തന്നെ സ്കോളർഷിപ്പ്, ഹയർ സ്റ്റഡീസിന് വേണ്ടി സ്കോളർഷിപ്പ് കൊടുത്തു എന്നൊക്കെ പറയുന്നത് ഒരുപാട് ഫാക്ടേഴ്സ് ഇവിടെ ഉണ്ട്. ഇതൊക്കെ ഇവർ ചെയ്ത കുറേ കാര്യങ്ങളാണ്. അതുപോലെ തന്നെ ടെക്നിക്കൽ ട്രെയിനിങ് കൊടുത്തു, അതുപോലെ തന്നെ വാട്ടർ സൊല്യൂഷന് വേണ്ടിയിട്ട് സപ്പോർട്ട് ചെയ്യേണ്ട സംഭവങ്ങൾ ചെയ്തു, ഡൊണേഷൻ ചെയ്തു. ഈ പറയുന്ന കാര്യങ്ങളൊക്കെ ഈ ഒരു ടാറ്റ ഗ്രൂപ്പ് എന്ന ഒരു ബിസിനസ് ഓർഗനൈസേഷൻ CSR എന്ന് പറയുന്ന അതിനു വേണ്ടിയിട്ട് ചെലവഴിച്ച കാര്യങ്ങളാണ് പറയുന്നത്. It's also relating to the CSR, but in different company, that is Infosys. ഇൻഫോസിസിനെ സംബന്ധിച്ചിടത്തോളം ചില അവരുടെ CSR ആക്ടിവിറ്റീസിൻ്റെ ചില ഫീച്ചേഴ്സുകളാണ് ഇവിടെ. നിങ്ങൾക്ക് ഈ ഫീച്ചേഴ്സൊക്കെ കണ്ടാൽ ഞാൻ എന്താണെന്ന് പറയേണ്ടതില്ല. അപ്പോൾ ഇത്തരത്തിൽ ഒരുപാട് കാര്യങ്ങൾ എല്ലാ കമ്പനിയും CSRുമായിട്ട് ബന്ധപ്പെടുത്തിയിട്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ എന്താണ് CSR? അതാണ് നമ്മുടെ ഇന്നത്തെ ടോപ്പിക് എന്ന് പറയുന്നത്. വാട്ട് ഈസ് CSR? ദാറ്റ് മീൻസ് കോർപ്പറേറ്റ് സോഷ്യൽ റെസ്പോൺസിബിലിറ്റി. എന്താണ് അതിന് ബിസിനസ്സിൻ്റെ പ്രസക്തി? അല്ലെങ്കിൽ ഇന്നത്തെ ഒരു കാലഘട്ടത്തിൽ, അതായത് ഈ ഒരു COVID-19 ഈ ഒരു രണ്ടാം തരംഗം ഇങ്ങനെ വ്യാപകമാവുന്ന ഈ ഒരു ഘട്ടത്തിൽ സോഷ്യൽ റെസ്പോൺസിബിലിറ്റിയെക്കുറിച്ച് പറയാൻ വളരെയധികം പ്രാധാന്യമുള്ളൊരു വിഷയമാണ്. കാരണം നമ്മൾ ടാറ്റ ഗ്രൂപ്പിൻ്റെ കാര്യങ്ങൾ തന്നെ പറയുമ്പോൾ കഴിഞ്ഞ പത്രത്തിൽ നമ്മൾ കണ്ടു ഓക്സിജൻ ഇത്ര ടണ്ണ് ഓക്സിജൻ ടാറ്റ ഗ്രൂപ്പ് സപ്ലൈ ചെയ്യുന്നു ബംഗാളിലേക്ക് എന്നൊക്കെ നമ്മൾ കണ്ടു. അപ്പോൾ അതൊക്കെയാണ് സോഷ്യൽ റെസ്പോൺസിബിലിറ്റി, കോർപ്പറേറ്റ് സോഷ്യൽ റെസ്പോൺസിബിലിറ്റി എന്ന് പറയുന്നത്. അപ്പോൾ ബിസിനസ് എന്ന് പറയുന്നത് ഒരു സമൂഹത്തിൽ നടക്കുന്നതാണ്. ഒരു ബിസിനസ് എന്ന് പറയുന്നത് സമൂഹത്തിൻ്റെ ഒരു ബൈ പ്രൊഡക്റ്റ് മാത്രമാണ്. സമൂഹത്തിൻ്റെ റിസോഴ്സസ് ഉപയോഗിച്ചുകൊണ്ടാണ് ബിസിനസ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ നമ്മൾ ഇങ്ങോട്ട് ടേക്ക് ചെയ്യുമ്പോൾ നമ്മൾ അങ്ങോട്ട് ബാക്ക് ചെയ്യേണ്ടതും ആവശ്യമുണ്ട്. ബിസിനസ്സും അതുപോലെ സൊസൈറ്റിക്ക് ഒരുപാട് കാര്യങ്ങൾ ചെയ്യേണ്ടതുണ്ട്. അത്യാവശ്യ ഘട്ടങ്ങളിലും അല്ലാതെയും അവർ ഒരുപാട് കാര്യങ്ങൾ ചെയ്യേണ്ടതുണ്ട്. ദ ആക്ടിവിറ്റി സിംപ്ലി കോൾഡ് ആസ് എ സോഷ്യൽ റെസ്പോൺസിബിലിറ്റി. അതാണ് ഒരു സോഷ്യൽ റെസ്പോൺസിബിലിറ്റി എന്ന് പറയുന്നത്. ഇത് നമ്മൾ വിശദമായ രീതിയിൽ തന്നെ നമ്മുടെ +2 ക്ലാസ്സുകളിലൊക്കെ നമ്മൾ പഠിച്ചതാണ്. അവിടെ നമ്മൾ സോഷ്യൽ റെസ്പോൺസിബിലിറ്റി എന്നാണ് പഠിച്ചത്. അപ്പോൾ കോർപ്പറേറ്റ് സോഷ്യൽ റെസ്പോൺസിബിലിറ്റി ജസ്റ്റ് സിമിലർ ടു ദ സോഷ്യൽ റെസ്പോൺസിബിലിറ്റി. ഓക്കെ, ലെറ്റ്സ് മൂവ്. വാട്ട് ഈസ് കോർപ്പറേറ്റ് സോഷ്യൽ റെസ്പോൺസിബിലിറ്റി? അപ്പോൾ ഞാൻ ഇതിൽ നേരത്തെ പറഞ്ഞ കാര്യങ്ങളിൽ നിന്നും, ഞാൻ നേരത്തെ കാണിച്ച ചില ഫാക്ട്സുകളിൽ നിന്നും ഫിക്ചേഴ്സിൽ നിന്നും നിങ്ങൾക്ക് വ്യക്തമായ രൂപം തന്നെ കിട്ടിയിട്ടുണ്ടാകും എന്താണ് കോർപ്പറേറ്റ് സോഷ്യൽ റെസ്പോൺസിബിലിറ്റി എന്ന് പറയുന്നത്. അപ്പോൾ കോർപ്പറേറ്റ് സോഷ്യൽ റെസ്പോൺസിബിലിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ
It is a continuing commitment by a business to behave ethically and contribute to economic development while improving the quality of life of the workforce and their families, local communities, and society at large. That means every organization should be responsible to the society. They take several steps to the upgradation of the society. ഓരോ ഓർഗനൈസേഷനും സൊസൈറ്റിയുമായിട്ട് ബന്ധപ്പെട്ട് കിടക്കുന്നതാണ്. സൊസൈറ്റിയുമായിട്ട് വളരെയധികം റെസ്പോൺസിബിളായ ഓർഗനൈസേഷനാണ് ബിസിനസ് എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ ബിസിനസ്സിൻ്റെ ഒരു കണ്ടിന്യൂയിങ് കമ്മിറ്റ്മെൻറ്റ് പ്രോസസ്സാണ് സോഷ്യൽ റെസ്പോൺസിബിലിറ്റി എന്ന് പറയുന്നത്. അതായത് അവർ എത്തിക്കലായിട്ടും ഇക്കണോമിക് കോൺട്രിബ്യൂഷൻ, അതായത് ഒരു ഓർഗനൈസേഷൻ ചെയ്യേണ്ട കാര്യങ്ങൾ എന്ന് പറയുന്നത് അവർ കണ്ടിന്യൂസ് ആയിട്ട് അവരുടെ സോഷ്യൽ റെസ്പോൺസിബിലിറ്റി കീപ്പ് ചെയ്യുക. ദാറ്റ് മീൻസ് ഒരു സൊസൈറ്റിയെ അപ്ഗ്രേഡ് ചെയ്യുന്ന രീതിയിലേക്ക് അവരുടെ ആക്ടിവിറ്റീസുകൾ ചെയ്യുക, എത്തിക്കലായ കാര്യങ്ങൾ ചെയ്യുക. ഒരിക്കലും ഒരു സൊസൈറ്റിയെ അഡ്വൈസ് ചെയ്യുന്ന രീതിയിൽ ഒരു കാര്യങ്ങളും ചെയ്യാൻ പാടുള്ളതല്ല. എപ്പോഴും ഫോക്കസ് ചെയ്യേണ്ടത് ഇക്കണോമിക് ഡെവലപ്മെൻറ്റ് ഓഫ് എ സൊസൈറ്റിയാണ്. ഒരു സൊസൈറ്റിയുടെ ഇക്കണോമിക് ഡെവലപ്മെൻ്റ് ആണ് ഫോക്കസ് ചെയ്യേണ്ടത്. സൊസൈറ്റിയിൽ ഒരുപാട് ഈ പറയുന്ന ആൾക്കാരുണ്ട്, അവരുടെ ഫാമിലീസ് ഉണ്ട്. ഇതൊക്കെ കൂടുന്നതാണ് സൊസൈറ്റി എന്ന് പറയുന്നത്, അറ്റ് ലാർജ് സൊസൈറ്റി എന്ന് പറയുന്നത്. ഈ സൊസൈറ്റിയുടെ ഉന്നമനമാണ് ഒരു ഓർഗനൈസേഷൻ വഴിവെക്കേണ്ടത്. ഓർഗനൈസേഷൻ പ്രോഫിറ്റ് നേടുന്നത് പോലെ തന്നെ സൊസൈറ്റിയുടെ ഉന്നമനം കൂടി, അല്ലെങ്കിൽ അപ്ഗ്രഡേഷൻ ഓഫ് ദ സൊസൈറ്റി, അല്ലെങ്കിൽ ഇക്കണോമിക് ഡെവലപ്മെൻറ്റ് ഓഫ് ദ സൊസൈറ്റിയും കൂടി ഫോക്കസ് ചെയ്യണം എന്നുള്ളതാണ് കോർപ്പറേറ്റ് സോഷ്യൽ റെസ്പോൺസിബിലിറ്റി എന്ന് പറയുന്നത്. ഇറ്റ്സ് എ കണ്ടിന്യൂസ് ആക്ടിവിറ്റീസ്, ഇറ്റ്സ് എ കണ്ടിന്യൂയിങ് കമ്മിറ്റ്മെൻറ്റ് ബൈ ദ ഓർഗനൈസേഷൻ ടുവേർഡ്സ് ദ സൊസൈറ്റി ഫോർ ദെയർ ഇക്കണോമിക് ഡെവലപ്മെൻറ്റ് ആൻഡ് അപ്ഗ്രഡേഷൻ അതാണ് സോഷ്യൽ റെസ്പോൺസിബിലിറ്റി എന്ന് പറയുന്നത്. അതുപോലെ തന്നെ corporate social responsibility is a concept whereby the companies integrate social, environmental and health concerns in their business strategy. ഒരു ബിസിനസ്സിൻ്റെ സ്ട്രാറ്റജിയിൽ, ഒരു പോളിസിയിൽ സൊസൈറ്റിയിലുള്ള സോഷ്യൽ, എൻവയറമെൻ്റൽ, ഹെൽത്ത് കൺസേൺ കോൺസെൻട്രേറ്റ് ചെയ്യുകയും അതിന് വേണ്ട കാര്യങ്ങളും കൂടി നമ്മുടെ ഓർഗനൈസേഷൻ്റെ സ്ട്രാറ്റജിയിൽ നമ്മൾ കൊണ്ടുവരണം എന്ന് പറയുന്നത്, നമ്മുടെ ഓപ്പറേഷൻസിൽ കൊണ്ടുവരണം എന്നുള്ളതാണ് പറയുന്നത്. അപ്പോൾ അതാണ് കോർപ്പറേറ്റ് സോഷ്യൽ റെസ്പോൺസിബിലിറ്റി എന്ന്. ഒരു ബിസിനസ് വർക്ക് ചെയ്യുമ്പോൾ അവർ പ്രോഫിറ്റ് നേടുന്നതിനോടൊപ്പം തന്നെ സമൂഹത്തിൻ്റെ ഉന്നമനം കൂടി ലക്ഷ്യം വെക്കണം എന്നുള്ളതാണ് കോർപ്പറേറ്റ് സോഷ്യൽ റെസ്പോൺസിബിലിറ്റി വഴി പറയുന്നത്. അതായത് സോഷ്യൽ ഡെവലപ്മെൻറ്റ്, ഇക്കണോമിക് ഡെവലപ്മെൻറ്റ്, എൻവയറമെൻ്റൽ ഡെവലപ്മെൻറ്റ് ആൻഡ് ഹെൽത്ത് ഡെവലപ്മെൻറ്റ്, ഇതൊക്കെ ഫോക്കസ് ചെയ്തുകൊണ്ടാവണം ഒരു ഓർഗനൈസേഷൻ്റെ സ്ട്രാറ്റജി, ഒരു ബിസിനസ് സ്ട്രാറ്റജി അവർ ഫോം ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്നുള്ളതാണ് പറയുന്നത്. ഡെഫിനിഷൻ, നമ്മൾക്ക് എന്താണ് ഇതിൻ്റെ ഡെഫിനിഷൻ എന്ന് നോക്കാം. അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ കോർപ്പറേറ്റ് സോഷ്യൽ റെസ്പോൺസിബിലിറ്റി എന്ന് പറയുന്നത് ഒരു ഓർഗനൈസേഷന് സൊസൈറ്റിയോടുള്ള റെസ്പോൺസിബിലിറ്റിയാണ് കോർപ്പറേറ്റ് സോഷ്യൽ റെസ്പോൺസിബിലിറ്റി എന്ന് പറയുന്നത്. According to the Business for Social Responsibility based on Global Business Organization, ഇവരുടെ പ്രകാരം CSR എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ operating a business enterprises in a manner that consistently meets or exceeds the ethical, legal, commercial and public expectations society as of business. CSR എന്ന് പറഞ്ഞാൽ ഇവരെ സംബന്ധിച്ചിടത്തോളം ഒരു ബിസിനസ് ഓർഗനൈസേഷൻ്റെ ഓപ്പറേഷൻ എന്ന് പറയുന്നത് അവർ എപ്പോഴും ഒരു സൊസൈറ്റിയുടെ എത്തിക്കൽ, ലീഗൽ, കൊമേഴ്സ്യൽ ആൻഡ് പബ്ലിക് എക്സ്പെക്റ്റേഷൻ ഫോളോ ചെയ്യുന്നതായിരിക്കണം, അല്ലെങ്കിൽ അത് മീറ്റ് ചെയ്യുന്നതായിരിക്കണം എന്നുള്ളതാണ്. അത് കൺസിസ്റ്റൻ്റ് ആയിട്ട് ഒരു സ്ഥിരതയോടുകൂടി ബിസിനസ്സിൻ്റെ ഓപ്പറേഷൻ എല്ലാം എന്ത് ഫോളോ ചെയ്യുന്നതായിരിക്കണം, എത്തിക്കൽ, ലീഗൽ, കൊമേഴ്സ്യൽ ആൻഡ് പബ്ലിക് എക്സ്പെക്റ്റേഷൻ ഫോളോ ചെയ്യുന്നതായിരിക്കണം എന്നുള്ളതാണ് കോർപ്പറേറ്റ് സോഷ്യൽ റെസ്പോൺസിബിലിറ്റി എന്നുകൊണ്ട് അർത്ഥമാക്കുന്നത്. ഓക്കെ, then what are the relevance of CSR within the organization? What are the relevance of CSR with the organization എന്ന് നമുക്ക് നോക്കാം. അപ്പോൾ ഈ കോർപ്പറേറ്റ് സോഷ്യൽ റെസ്പോൺസിബിലിറ്റി എന്ന് പറഞ്ഞാൽ ensuring the success of a business by inclusion of social and environmental consideration into the company's operation. അതാണ് ശരിക്കും പറഞ്ഞാൽ സോഷ്യൽ റെസ്പോൺസിബിലിറ്റി അല്ലെങ്കിൽ CSR എന്ന് പറയുന്നത്. എന്താണ് ഞാൻ പറഞ്ഞത്? ensuring the success of a business by inclusion of social and environmental consideration into a company operation. ഒരു ഓർഗനൈസേഷൻ്റെ സക്സസ്സിലേക്ക് നമ്മൾ ആ ഓർഗനൈസേഷനെ എത്തിക്കുമ്പോൾ നമ്മൾ എന്തുകൂടി കൺസിഡർ ചെയ്യണം, അല്ലെങ്കിൽ എന്തുകൂടി ഇൻക്ലൂഡ് ചെയ്യണം? അതിൽ സോഷ്യൽ, എൻവയറമെൻ്റൽ കൺസിഡറേഷൻ കൂടി നമ്മുടെ ഓർഗനൈസേഷൻ്റെ ഓപ്പറേഷനിൽ വേണം എന്നുള്ളതാണ്. അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ ഒരു ഓർഗനൈസേഷൻ്റെ ഓപ്പറേഷൻ, ഒരു ഓർഗനൈസേഷൻ്റെ സക്സസ്സിലേക്ക് വഴിതെളിയിക്കുമ്പോൾ അതിൽ നമ്മൾ എന്തുകൂടി കൺസിഡർ ചെയ്യണം? എൻവയറമെൻ്റൽ ആൻഡ് സോഷ്യൽ കൺസിഡറേഷൻ കൂടി നമ്മൾ കൺസിഡർ ചെയ്യണം. അങ്ങനെ കൺസിഡർ ചെയ്യുന്നതിനെയാണ് CSR എന്ന് പറയുന്നത്.
ഓക്കെ, അപ്പോൾ എന്തൊക്കെയാണ് ഇതിൻ്റെ റെലവൻസ്, ഒരു ഓർഗനൈസേഷനിൽ എന്തൊക്കെയാണ് ഇതിൻ്റെ റെലവൻസ് എന്ന് നമുക്ക് നോക്കാം. അപ്പോൾ ഞാൻ പറഞ്ഞു, സിംപ്ലി ഒരു പ്രോഫിറ്റ് ഏൺ ചെയ്തുകൊണ്ട് മാക്സിമം അൺഎത്തിക്കലായിട്ട് ഏതെങ്കിലും ഒരു രീതിയിൽ പ്രോഫിറ്റ് ഏൺ ചെയ്യുക, എന്നിട്ട് അതിൽ കുറച്ച് പൈസ CSRന് വേണ്ടി ചിലവഴിക്കുക. അതല്ല CSR എന്ന് പറയുന്നത്. നമ്മൾ ചെയ്യുന്ന ഓരോ പ്രവർത്തനത്തിലും ലീഗലായിരിക്കണം. ആ ചെയ്യുന്ന പ്രവർത്തനം കൊണ്ട് സമൂഹത്തിനൊരു ദോഷം വരാൻ പാടില്ല. അത് സമൂഹത്തിൻ്റെ ഉന്നമനത്തിന് വേണ്ടിയിട്ടായിരിക്കണം. അങ്ങനെയാണ് ബിസിനസ് ചെയ്യേണ്ടത് എന്നുള്ളതാണ് കോർപ്പറേറ്റ് സോഷ്യൽ റെസ്പോൺസിബിലിറ്റിയിൽ പറയുന്നത്. അല്ലാതെ നമുക്ക് ഒരുപാട് എന്താ പറയണ്ടേ, തെറ്റായ രീതിയിൽ പണം ഉണ്ടാക്കിയിട്ട് അതിൽ കുറച്ച് ശതമാനം നമ്മൾ CSRന് വേണ്ടി ചിലവഴിക്കുക എന്നുള്ളതല്ല. ഡസൻ മീൻ ദാറ്റ്. അങ്ങനെ ഒരിക്കലും നമ്മളത് മീൻ ചെയ്യാൻ കാറില്ല. കാരണം നമ്മൾ എത്തിക്കലായ രീതിയിൽ സോഷ്യലിനെ, നമ്മുടെ സൊസൈറ്റിയെ ചൂഷണം ചെയ്യാത്ത രീതിയിൽ നല്ല രീതിയിൽ ബിസിനസ് ചെയ്യുക, അതിൽ നിന്നൊരു പോർഷൻ നമ്മൾ സൊസൈറ്റിയുടെ ഉന്നമനത്തിന് വേണ്ടി ചിലവഴിക്കുക. അതാണ് സോഷ്യൽ റെസ്പോൺസിബിലിറ്റി അല്ലെങ്കിൽ കോർപ്പറേറ്റ് സോഷ്യൽ റെസ്പോൺസിബിലിറ്റി എന്ന് പറയുന്നത്. അപ്പോൾ ടു എൻഷുർ ദാറ്റ് ദ കമ്പനീസ് കണ്ടക്ട് ദർ ബിസിനസ് ഇൻ വേ ദാറ്റ് ഈസ് എത്തിക്കൽ. നമ്മൾ ചെയ്യുന്ന കാര്യങ്ങൾ എത്തിക്കലായിരിക്കണം. നമ്മൾ കണ്ടക്ട് ചെയ്യുന്ന ഓരോ ഓപ്പറേഷനും എത്തിക്കലായിരിക്കണം. ദിസ് മീൻസ് ടേക്കിംഗ് അക്കൗണ്ട് ഓഫ് സോഷ്യൽ, ഇക്കണോമിക് ആൻഡ് എൻവയറമെൻ്റൽ ഇമ്പാക്റ്റ്, കൺസിഡറേഷൻ ഓഫ് ഹ്യൂമൻ റൈറ്റ്സ്. നമ്മൾ ചെയ്യുന്ന കാര്യത്തിൽ ഹ്യൂമൻ റൈറ്റ്സ് കൺസിഡർ ചെയ്യണം, സോഷ്യൽ ആൻഡ് ഇക്കണോമിക് എൻവയറമെൻ്റൽ ഇമ്പാക്റ്റ് കൺസിഡർ ചെയ്യണം. അത്തരത്തിൽ എല്ലാ കാര്യങ്ങളും ചെയ്തുകൊണ്ട് നമ്മൾ ചെയ്യുന്ന ഓപ്പറേഷൻ ഒരു എത്തിക്കലായിക്കൊണ്ട് അതിനെയാണ് കോർപ്പറേറ്റ് സോഷ്യൽ റെസ്പോൺസിബിലിറ്റി എന്ന് പറയുന്നത്. ഓക്കെ, നമുക്ക് എന്തൊക്കെയാണ് ഇതിൻ്റെ റെലവൻസ് ബിസിനസ് ഓർഗനൈസേഷനിൽ നോക്കാം. ഒന്നാമത്തെ റെലവൻസ് എന്ന് പറയുന്നത് സ്ട്രെങ്തനിങ് ദ റിലേഷൻഷിപ്പ് വിത്ത് സ്റ്റേക്ക് ഹോൾഡേഴ്സ്. സ്റ്റേക്ക് ഹോൾഡേഴ്സ് എന്ന് പറയുന്ന വേരിയസ് പേഴ്സൺസ് റിലേറ്റിംഗ് ടു ദ ഓർഗനൈസേഷൻ. ഒരുപാട് പേഴ്സൺസ് ഓർഗനൈസേഷനിലെ ബിസിനസ്സുമായിട്ട് ബന്ധപ്പെടുത്തിയിട്ടുണ്ട്. അവരുമായിട്ടുള്ള റിലേഷൻഷിപ്പ് സ്ട്രെങ്തൻ ചെയ്യാൻ അല്ലെങ്കിൽ ഇംപ്രൂവ് ചെയ്യാൻ നമ്മൾക്ക് എന്ത് ആവശ്യമാണ്? കോർപ്പറേറ്റ് സോഷ്യൽ റെസ്പോൺസിബിലിറ്റി ആവശ്യമാണ്. ദെൻ സെക്കൻഡ് വൺ, enabling continuing improvement and encouraging innovation. കണ്ടിന്യൂ ആയിട്ട് ഓർഗനൈസേഷൻ ഇംപ്രൂവ് ചെയ്യാനും ഇന്നോവേഷൻ എൻകറേജ് ചെയ്യാനും നമ്മൾക്ക് എന്ത് വേണം? CSR ആവശ്യമാണ്. നമ്മുടെ ഓർഗനൈസേഷനിൽ CSR ആവശ്യമാണ്. അട്രാക്റ്റിംഗ് ദ ബെസ്റ്റ് ഇൻഡസ്ട്രി ടാലൻറ്റ് ഇൻ എ സോഷ്യലി റെസ്പോൺസിബിൾ കമ്പനി. അതുപോലെ തന്നെ സൊസൈറ്റിയിൽ ഏറ്റവും സോഷ്യൽ റെസ്പോൺസിബിളായ ഒരു ബെസ്റ്റ് ഇൻഡസ്ട്രി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നമ്മൾക്ക് എന്ത് വേണം? കോർപ്പറേറ്റ് സോഷ്യൽ റെസ്പോൺസിബിലിറ്റി വേണം. ദെൻ ഫോർത്ത് വൺ, അഡീഷണൽ മോട്ടിവേഷൻ ടു എംപ്ലോയീസ്. ഈ CSR ഫോളോ ചെയ്യുന്ന ഒരു ഓർഗനൈസേഷനാണ്, അതൊരു അവിടെ വർക്ക് ചെയ്യുന്ന എംപ്ലോയീസിന് അതൊരു മോട്ടിവേഷനാണ്, ഒരു അഡീഷണൽ മോട്ടിവേഷനാണ്. കാരണം നമ്മുടെ ബിസിനസ് തെറ്റായ രീതിയിലൊന്നും ചെയ്യുന്നില്ല, അതുകൊണ്ട് സമൂഹത്തിൻ്റെ ഇടയിൽ ആ ബിസിനസ്സിന് നല്ലൊരു പേരുണ്ടാകും. അത് അവിടെ വർക്ക് ചെയ്യുന്ന എംപ്ലോയീസിനെ സംബന്ധിച്ചാൽ അതൊരു മോട്ടിവേഷനാണ്. ദെൻ നെക്സ്റ്റ് വൺ, റിസ്ക് മിറ്റിഗേഷൻ ബിക്കോസ് ഓഫ് ആൻ ഇഫക്റ്റീവ് കോർപ്പറേറ്റ് ഗവേണൻസ് ഫ്രെയിംവർക്ക്. മിറ്റിഗേഷൻ എന്ന് പറഞ്ഞാൽ റെഡ്യൂസ്, നമുക്ക് റിസ്ക് മിനിമൈസ് ചെയ്യാൻ വേണ്ടി പറ്റും. കാരണം നമ്മുടെ ഇവിടെ ഇഫക്റ്റീവായ ഒരു കോർപ്പറേറ്റ് ഗവേണൻസ് ഫ്രെയിം ചെയ്തിട്ടുണ്ട്, അതിനനുസരിച്ചാണ് നമ്മൾ പ്രവർത്തിക്കുന്നത്. അതുകൊണ്ട് തന്നെ നമ്മുടെ റിസ്ക് നമുക്ക് കുറക്കാൻ വേണ്ടി പറ്റും. നമ്മളെല്ലാം ലീഗലായിട്ട് ചെയ്യുന്ന കാര്യങ്ങളാണ്. സോഷ്യൽ ആൻഡ് ഇക്കണോമിക്കൽ കമ്മിറ്റ്മെൻറ്റ് ഫോളോ ചെയ്തുകൊണ്ട് നമ്മൾ ചെയ്യുന്നതാണ്. ഓക്കെ, ദെൻ നെക്സ്റ്റ് വൺ, എൻഹാൻസ്ഡ് എബിലിറ്റി ടു മാനേജ് സ്റ്റേക്ക് ഹോൾഡേഴ്സ് എക്സ്പെക്ടേഷൻ. അപ്പോൾ നമ്മളിങ്ങനെ എല്ലാ സ്റ്റേക്ക് ഹോൾഡേഴ്സിനെയും കൺസിഡർ ചെയ്യുന്നത് കൊണ്ട് തന്നെ നമ്മൾ CSR ഫോളോ ചെയ്യുമ്പോൾ നമ്മുടെ എല്ലാ സ്റ്റേക്ക് ഹോൾഡേഴ്സിൻ്റെ എക്സ്പെക്റ്റേഷൻ നമ്മുടെ ഓരോ ആക്ടിവിറ്റീസിലും ഉണ്ടാകും. അത് നമുക്ക് അങ്ങനെ ഒരു എബിലിറ്റി നമുക്ക് CSR വഴി നമ്മുടെ ഓർഗനൈസേഷനിൽ വരും. ഓക്കെ, ഇതൊക്കെയാണ് റെലവൻസ് എന്ന് പറയുന്നത്. ഒരു CSR ഒരു ഓർഗനൈസേഷന് അതിൻ്റെ റെലവൻസ് ഇത്രയും പറഞ്ഞ കാര്യങ്ങളാണ് റെലവൻസ് എന്ന് പറയുന്നത്. ദെൻ നെക്സ്റ്റ് വൺ, എന്തൊക്കെയാണ് ആർഗ്യുമെൻ്റ് അഗെയിൻസ്റ്റ് കോർപ്പറേറ്റ് സോഷ്യൽ റെസ്പോൺസിബിലിറ്റി. കോർപ്പറേറ്റ് സോഷ്യൽ റെസ്പോൺസിബിലിറ്റി ബിസിനസ്സിൽ അത് വേണ്ട എന്ന് വാദിക്കുന്ന ആർഗ്യുമെൻറ്റുകൾ എന്തൊക്കെയാണെന്ന്. അതായത് CSR എന്ന് പറയുന്നത് ബിസിനസ്സിൽ ഇമ്പോർട്ടൻ്റ് ഉള്ള കാര്യങ്ങളല്ല, അത് ബിസിനസ്സിൽ ആവശ്യമില്ല എന്ന് പറയാനുള്ള കാരണങ്ങൾ എന്തൊക്കെയാണെന്ന് നമ്മൾ ആദ്യം നോക്കുന്നത്. ആർഗ്യുമെൻ്റ് അഗെയിൻസ്റ്റ് ആണ് CSRന് within the organization. First one, corporation as a practical and legal entity within a given society. Corporation not the same as individual, so there is a no need for fulfilling social responsibility. Corporation, that means business എന്ന് പറയുന്നത് ഒരു പ്രാക്ടിക്കൽ ആണ്, ഒരു ലീഗൽ എൻറ്റിറ്റി ആണ്. ഒരു സൊസൈറ്റിയിലുള്ള പ്രാക്ടിക്കലായ ഒരു ലീഗലായ ഒരു എൻറ്റിറ്റിയാണ് ബിസിനസ് എന്ന് പറയുന്നത്. അത് ഒരു ഇൻഡിവിജ്വലിന് തുല്യമല്ല. അതുകൊണ്ട് തന്നെ ഇൻഡിവിജ്വൽ ഫോളോ ചെയ്യുന്ന പോലുള്ള സോഷ്യൽ റെസ്പോൺസിബിലിറ്റി ഒന്നും അല്ലെങ്കിൽ അതൊന്നും ഫോളോ ചെയ്യുകയോ അല്ലെങ്കിൽ അതൊന്നും ഫുൾഫിൽ ചെയ്യേണ്ട ആവശ്യമായിരിക്കില്ല ബിസിനസ്സിലില്ല എന്ന് പറയുന്നത്. ബിസിനസ് സെപ്പറേറ്റ് ആയിട്ടുള്ള ഒരു ലീഗൽ എൻറ്റിറ്റിയുള്ള ഒരു സ്ഥാപനമാണ്. അതുകൊണ്ട് തന്നെ അവർക്ക് ഈ പറയുന്ന CSR ഒന്നും ഫോളോ ചെയ്യേണ്ട ആവശ്യമില്ല. അത് ഒരു ഇൻഡിവിജ്വലിനെ പോലെ ഈ പറയുന്ന സോഷ്യൽ റെസ്പോൺസിബിലിറ്റിന് ഫോളോ ചെയ്യേണ്ട ആവശ്യമില്ല എന്നുള്ളതാണ് ഒന്നാമത്തെ വാദം. ദെൻ സെക്കൻഡ് വൺ,
The basic function of every business enterprises look into economic viability of its operation. അപ്പോൾ ഒരു ഓർഗനൈസേഷൻ്റെ ബേസിക് ഫംഗ്ഷൻ എന്ന് പറയുന്നത് മാക്സിമൈസേഷൻ ഓഫ് പ്രോഫിറ്റ് അല്ലെങ്കിൽ ഇക്കണോമിക് വയലബിലിറ്റി, അവരുടെ പിന്നെ ഇക്കണോമിക് വയബിലിറ്റിയാണ്, അവരുടെ ഓപ്പറേഷനിൽ എത്രമാത്രം ഇക്കണോമിക് വയലബിലിറ്റിയെ കൊണ്ടുവരാൻ പറ്റും എന്നുള്ളതാണ് ഇവരുടെ ബേസിക് ഫംഗ്ഷൻ എന്ന് പറയുന്നത്. ഇറ്റ്സ് ഫോർ ദ ഗവൺമെൻറ് ലുക്ക് ആഫ്റ്റർ ദ ഇൻട്രസ്റ്റ് ഓഫ് സൊസൈറ്റി. ഈ പറയുന്ന സൊസൈറ്റിയുടെ കാര്യങ്ങളൊക്കെ ഗവൺമെൻറ് നിശ്ചയിച്ചോളും, അതിലൊന്നും കൈ എഴുത്തേണ്ട ആവശ്യം ആർക്കില്ല, ഈ പറയുന്ന ബിസിനസ്സിനില്ല എന്നാണ് പറയുന്നത്. അവരെ സംബന്ധിച്ചിടത്തോളം അവർ ചെയ്യേണ്ട കാര്യം എന്ന് പറയുന്നത് ഓർഗനൈസേഷനിൽ ഇക്കണോമിക് വയബിലിറ്റി ഉണ്ടാക്കുക, ഓർഗനൈസേഷൻ മാക്സിമം പ്രോഫിറ്റ് ഉണ്ടാക്കുക എന്നുള്ളതാണ്. ബാക്കി വരുന്ന സോഷ്യൽ റെസ്പോൺസിബിലിറ്റി എന്നെല്ലാം പറയുന്നത് ഗവൺമെൻറ് ചെയ്യേണ്ട കാര്യമാണ്, അതൊക്കെ ഗവൺമെൻറ്റിൻ്റെ റെസ്പോൺസിബിലിറ്റിയാണ്, അതല്ലാതെ അതൊരിക്കലും ബിസിനസ് എൻ്റർപ്രൈസസിൻ്റെ റെസ്പോൺസിബിലിറ്റി അല്ല എന്നുള്ളതാണ് രണ്ടാമത്തെ വാദം. ദെൻ തേർഡ് വൺ, അടുത്ത വാദം പറയുന്നത് കോസ്റ്റ് റിലേറ്റഡ് ടു ദ സോഷ്യൽ പ്രോഗ്രാംസ് ആർ അഡ്ജസ്റ്റഡ് ബൈ ദ ബിസിനസ് കൺസേൺ ഇൻ ദ ഫോളോയിങ് വേസ്. അപ്പോൾ ഇങ്ങനെ CSR ഒക്കെ ചെയ്യുമ്പോൾ അതിന് ഒരുപാട് കോസ്റ്റ് വരും. അപ്പോൾ അങ്ങനെ കോസ്റ്റ് വന്നു കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ട് ബിസിനസ് ഓർഗനൈസേഷൻ അത് പല രീതിയിലും അത് ഉപയോഗിക്കാം. അങ്ങനെ കോസ്റ്റ് വരുമ്പോൾ അതിന് ചില കാരണങ്ങൾ ഉണ്ടാവാം. എന്തൊക്കെയാണ്? അങ്ങനെ കോസ്റ്റ് നല്ലോണം വരുമ്പോൾ നമ്മുടെ പ്രോഡക്റ്റിൽ ഹൈ പ്രൈസ് ഉണ്ടാക്കും. അതുപോലെ തന്നെ നമ്മുടെ വർക്ക് ചെയ്യുന്ന എംപ്ലോയീസിന് നമ്മൾ ലോ ആയിട്ട് വേജസ് കൊടുക്കും, കാരണം നമുക്ക് CSRന് ഒരുപാട് എമൗണ്ട് ചിലവാക്കേണ്ടിയുണ്ട്. അതുപോലെ തന്നെ നമുക്ക് കിട്ടുന്ന പ്രോഫിറ്റ് എന്ന് പറഞ്ഞാൽ ലോ പ്രോഫിറ്റ് ആയിരിക്കും എന്നുള്ളതാണ്. അപ്പോൾ നമ്മൾ ഒരുപാട് എമൗണ്ട് CSRന് വേണ്ടി ചിലവഴിച്ചു കഴിഞ്ഞാൽ അത് നമ്മളെ മറ്റേ രീതിയിൽ ബാധിക്കും. അതായത് അത് നമ്മൾ ഉണ്ടാക്കുന്ന പ്രോഡക്റ്റിന് ഹൈ കോസ്റ്റ് അല്ലെങ്കിൽ ഹൈ പ്രൈസ് ഉണ്ടാക്കും. അതുപോലെ തന്നെ നമ്മുടെ വർക്ക് ചെയ്യുന്ന എംപ്ലോയീസിന് ലോ വേജസ് ആയിരിക്കും നമ്മൾ കൊടുക്കുക. അതുപോലെ തന്നെ പ്രോഫിറ്റ് ഒക്കെ നമുക്ക് സ്റ്റേക്ക് ഹോൾഡേഴ്സിന് കിട്ടുന്ന അല്ലെങ്കിൽ നമ്മുടെ ഷെയർ ഹോൾഡേഴ്സിന് കൊടുക്കേണ്ട പ്രോഫിറ്റ് ഒക്കെ കുറവായിരിക്കും, കാരണം ഒരു വലിയൊരു എമൗണ്ട് തന്നെ നമ്മൾ CSRന് വേണ്ടി മാറ്റിവെക്കുകയാണ്. അപ്പോൾ ഇതാക്കാണ് മൂന്നാമത്തെ ഒരു വാദം എന്ന് പറയുന്നത്. അപ്പോൾ ഇങ്ങനെ കോസ്റ്റ് CSRന് വേണ്ടി ചിലവാക്കുമ്പോൾ അത് ബിസിനസ്സിലെ മറ്റുള്ള കാര്യങ്ങളിലുമായിട്ട് നമ്മൾ അഡ്ജസ്റ്റ് ചെയ്യേണ്ടി വരും എന്നുള്ളതാണ് ഇവിടെ പറയുന്നത്. ദെൻ ഫോർത്ത് വൺ, ദ മെയിൻ ഒബ്ജക്റ്റീവ് ഓഫ് എ റണ്ണിങ് ബിസിനസ് ഈസ് മേക്കിംഗ് പ്രോഫിറ്റ്. ഞാൻ നേരത്തെ പറഞ്ഞു കഴിഞ്ഞു, ഒരു ഓർഗനൈസേഷൻ്റെ മെയിൻ എയിം എന്ന് പറയുന്നത് മാക്സിമൈസേഷൻ ഓഫ് പ്രോഫിറ്റ് ആണ്, അല്ലാതെ ഡിസ്ചാർജിങ് സോഷ്യൽ റെസ്പോൺസിബിലിറ്റി ടേൺ കോസ്റ്റ് വിച്ച് വിൽ റെഡ്യൂസ് ദ പ്രോഫിറ്റ് ഓഫ് എ കമ്പനി. അപ്പോൾ ഇങ്ങനെ കോർപ്പറേറ്റ് സോഷ്യൽ റെസ്പോൺസിബിലിറ്റി ഒക്കെ ഫോം ചെയ്യുമ്പോൾ അതിന് ഹ്യൂജ് കോസ്റ്റ് ഉണ്ടാവും, അത് നമ്മുടെ കമ്പനിയുടെ പ്രോഫിറ്റ് തന്നെ റെഡ്യൂസ് ചെയ്യും എന്നുള്ളതാണ് നാലാമത്തെ വാദമായിട്ട് പറയുന്നത്. ദെൻ ഫിഫ്ത്ത് വൺ, the business should confirm its own business. There are government and social organizations to carry out the social activities in the society. Business not included that activities because business confirm its own business. ആ ബിസിനസ് എന്ന് പറഞ്ഞാൽ അവർ സ്വന്തമായിട്ട് അവർക്ക് ഒരുപാട് കാര്യങ്ങൾ ബിസിനസ്സിൽ ചെയ്യാനുണ്ട്. അതുകൊണ്ട് തന്നെ അവർ ഈ പറയുന്ന ഗവൺമെൻറ് ചെയ്യേണ്ട സോഷ്യൽ റെസ്പോൺസിബിലിറ്റിയും ബാക്കിയുള്ള കാര്യങ്ങളിലൊന്നും സോഷ്യൽ ഒബ്ലിഗേഷനും അവർ ഫോളോ ചെയ്യേണ്ടതില്ല. അതൊക്കെ ചെയ്യാൻ ഗവൺമെൻറ് ഓർഗനൈസേഷനും സോഷ്യൽ ഓർഗനൈസേഷനൊക്കെ ഇവിടെയുണ്ട്. ബിസിനസ്സിൻ്റെതായ ഒരുപാട് കാര്യങ്ങൾ ചെയ്യേണ്ട, അത് ഫോളോ ചെയ്യുക എന്നുള്ളതാണ് പറയുന്നത്. അടുത്ത ആർഗ്യുമെൻറ്റ്. ദെൻ നെക്സ്റ്റ് വൺ, ഡിസ്ചാർജിങ് സോഷ്യൽ ഒബ്ലിഗേഷൻസ് ഇൻവോൾവ് കോസ്റ്റ് വിത്തിൻ ടേൺ അഡ്വേഴ്സ് ഇഫക്റ്റ് ഓൺ ഇക്കണോമിക് ഹെൽത്ത് ഓഫ് എ ബിസിനസ് എൻ്റർപ്രൈസസ്. നാം നേരത്തെ പറഞ്ഞു കഴിഞ്ഞു, ഇങ്ങനെ സോഷ്യൽ ഒബ്ലിഗേഷന് വേണ്ടി ഒരുപാട് പണം ചെലവഴിക്കുമ്പോൾ അത് നമ്മുടെ കോസ്റ്റ് വർദ്ധിപ്പിക്കും, അത് നമ്മുടെ ബിസിനസ്സിൻ്റെ തന്നെ ഇക്കണോമിക് ഹെൽത്തിനെ ബാധിക്കും എന്നുള്ളതാണ് അടുത്ത വാദം. ദെൻ സെവൻത്ത് വൺ, cleaning up the environment, ensuring product safety and donating money or time for welfare issues all rises company cost. At the end, the cost will be passed on the consumer through the final price of the product or services. There is evidence available to believe that many corporations involve themselves CSR with the intention to avail tax exemption, not mere really benefit of society. അപ്പോൾ ഇവിടെ പറയുന്നത് നേരത്തെ പറഞ്ഞ അതേ കാര്യം തന്നെ, നമ്മളിങ്ങനെ ഒരുപാട് കാര്യത്തിന് വേണ്ടിയിട്ട് എമൗണ്ട് ചിലവാക്കുമ്പോൾ അൾട്ടിമേറ്റ്ലി നമ്മളത് ആരെ ബാധിക്കും? നമ്മുടെ കൺസ്യൂമറിനെ ബാധിക്കുന്നതാണ്. കാരണം നമ്മളെ പ്രോഡക്റ്റിന് വില നമ്മൾ അതിനനുസരിച്ച് കൂട്ടും എന്നുള്ളതാണ് ഇവിടെ പറയുന്നത്. അതുപോലെ തന്നെ നമ്മളെ പ്രോഡക്റ്റിനും സർവീസിനും അതുപോലെ നമ്മൾ എമൗണ്ട് കൂട്ടും എന്നുള്ളതാണ് പറയുന്നത്. അതുപോലെ തന്നെ പല കമ്പനീസും CSR ചെയ്യുന്നത് തന്നെ ടാക്സ് എക്സംഷന് വേണ്ടിയിട്ട് മാത്രമാണ്, അല്ലാതെ സൊസൈറ്റിക്ക് നല്ല രീതിയിൽ ബെനിഫിറ്റ് വേണം എന്നുള്ള രീതിയിലല്ല CSR ചെയ്യുന്നത് എന്നുള്ളതാണ് ഏഴാമത്തെ വാദമായിട്ട് പറയുന്നത്. ദെൻ നെക്സ്റ്റ് വൺ, business should focus on profit and let the government or non-profit organization deal with the social and environmental issues. നേരത്തെ പറഞ്ഞ അതേപോലത്തെ പോയിന്റ് തന്നെ, ബിസിനസ് ഫോക്കസ് ചെയ്യേണ്ടത് പ്രോഫിറ്റിനാണ്. ഗവൺമെൻറ്റും അതർ സോഷ്യൽ ഓർഗനൈസേഷനും എന്ത് ഫോക്കസ് ചെയ്തോളും? സോഷ്യൽ എൻവയറമെൻറ്റൽ ഇഷ്യൂസിന് വേണ്ടി ഫോക്കസ് ചെയ്യുന്നുള്ളൂ. അവിടെയൊന്നും ഫോക്കസ് ചെയ്യേണ്ട ആവശ്യം ആർക്കില്ല, ബിസിനസ്സിനില്ല. ബിസിനസ്സിൻ്റെ കാര്യങ്ങൾ ചെയ്തു പോവുക എന്നുള്ളതാണ്. ദെൻ നയൻത്ത് വൺ, അനദർ ആർഗ്യുമെന്റ് ഈസ് ദാറ്റ് കമ്പനീസ് ആർ മെയിൻ ടു ക്രിയേറ്റ് എ പ്രോഡക്റ്റ് ഓർ പ്രൊവൈഡ് സർവീസ് rather than handle welfare activities. They do not have the expertise or knowledge necessary for handling the
social problems. They are only expertise in their management activities, not the social activities. അപ്പോൾ ഇതിൽ പറയുന്നത് ഒരു ഓർഗനൈസേഷനിൽ ഒരു ബിസിനസ്സിനെ സംബന്ധിച്ചിടത്തോളം ആ ബിസിനസ്സിൻ്റെ ആൾക്കാർ ബിസിനസ് ആക്ടിവിറ്റീസുമായിട്ട് എക്സ്പെർട്ട് ആയവരാണ്. അവരൊരിക്കലും അവർക്ക് ഏതിനെക്കുറിച്ചുള്ള നോളജോ എക്സ്പീരിയൻസോ ഉള്ള സോഷ്യൽ പ്രോബ്ലംസിനെ ഹാൻഡിൽ ചെയ്യേണ്ടത് എങ്ങനെയാണെന്ന് അറിയില്ല. അപ്പോൾ അത് ഈ പറയുന്ന ആൾക്കാരൊക്കെ അതിലേക്ക് ഇറങ്ങി ചെന്നാൽ അത് വളരെ വലിയ രീതിയിലുള്ള അബദ്ധമായി തീരും. അതുകൊണ്ട് ബിസിനസ്സുകാർ ബിസിനസ് ചെയ്യുക, സോഷ്യൽ റെസ്പോൺസിബിലിറ്റി ഉള്ള മറ്റുള്ള ഓർഗനൈസേഷൻ സോഷ്യൽ റെസ്പോൺസിബിലിറ്റി ഫോളോ ചെയ്യും എന്നാണ് ഇവിടെ പറയുന്ന കാര്യം. ഓക്കെ, ദെൻ നെക്സ്റ്റ് വൺ, ലാക്ക് ഓഫ് സ്കില്ല്. ഞാൻ നേരത്തെ പറഞ്ഞ ഈ സ്കില്ല് ഉണ്ടാവില്ല. ഈ പറയുന്ന ബിസിനസ് ലീഡേഴ്സ് ആർ ഓറിയൻറ്റഡ് പ്രൈമർലി ടുവേർഡ്സ് ഇക്കണോമിക്സ്. ബിസിനസ് പീപ്പിൾ പുവർലി ക്വാളിഫൈഡ് ഇൻ ദ സ്കോപ്പ് ഓഫ് ദ സോഷ്യൽ ഇഷ്യൂസ്. അവർക്കൊരു സോഷ്യൽ സ്കില്ല് ഉണ്ടാവില്ല. ഈ സോഷ്യൽ പ്രോബ്ലം സോൾവ് ചെയ്യാനോ ഹാൻഡിൽ ചെയ്യാനോ അവർ ബിസിനസ് ചെയ്യാൻ മാത്രമേ അറിയൂ. Then lack of accountability. Political representative pursue social goals and are held accountable for their action. In such is not the case of business leader. Business leadersന് ഇതൊന്നും അക്കൗണ്ടബിൾ ചെയ്യാനുള്ള ആവശ്യമില്ല, അത് അവർ ചെയ്യുകയില്ല. അതെല്ലാം പൊളിറ്റിക്കൽ റെപ്രസെൻറ്റേറ്റീവ് ചെയ്യേണ്ട കാര്യമാണ്. അതുപോലെ തന്നെ അതുകൊണ്ട് there are no direct lines of social accountability from the business sector to the public. അപ്പോൾ ബിസിനസ്സും പബ്ലിക്കുമായിട്ടുള്ള ഡയറക്റ്റ് സോഷ്യൽ അക്കൗണ്ടബിലിറ്റി ഈ ഒരു കാര്യത്തിൽ ഇല്ല എന്നുള്ളതാണ് പറയുന്നത്. The lack of broad public support. അതുപോലെ തന്നെ there is no broad mandate from society for business to become involved in social issues. Public divided on the issues. അതായത് ഒരു വലിയൊരു സോഷ്യൽ ഇഷ്യൂ ഉണ്ടായി കഴിഞ്ഞാൽ അതിൽ ബിസിനസ് പിന്നെ ആ കാര്യങ്ങളൊക്കെ സോൾവ് ചെയ്യണമെന്ന് ആ രീതിയിലുള്ള ചിന്ത ജനങ്ങൾക്കൊന്നും ഇല്ല. അത് ആവശ്യമില്ല എന്നുള്ളതാണ് ജനങ്ങൾ ചിന്തിക്കുന്നത്. അപ്പോൾ അങ്ങനെ ആവശ്യമില്ലാത്ത കാര്യത്തിലേക്ക് വെറുതെ ഈ പറയുന്ന രീതിയിൽ ബിസിനസ് കൈകടത്തേണ്ടതില്ല, അതിനുള്ള സപ്പോർട്ട് ബിസിനസ് ലഭിക്കുകയില്ല എന്നുള്ളതാണ് പറയുന്നത്. അപ്പോൾ ഇതൊക്കെയാണ് ആർഗ്യുമെൻറ്റ് അഗെയിൻസ്റ്റ് കോർപ്പറേറ്റ് സോഷ്യൽ റെസ്പോൺസിബിലിറ്റി കുറിച്ച് നമ്മൾക്ക് പറയുമ്പോൾ പറയാനുള്ള കാര്യങ്ങൾ. അപ്പോൾ സോഷ്യൽ റെസ്പോൺസിബിലിറ്റി ഒരു സംശയം വേണ്ട, ഓർഗനൈസേഷന് വേണ്ട നിർബന്ധമുള്ള ഒരു കാര്യമാണ്. പക്ഷേ അതിനും എഗെയിൻസ്റ്റ് ആയ കുറേ വാദങ്ങളുണ്ട്. ആ ഒരു വാദങ്ങളാണ് ഇപ്പോൾ ഈ ക്ലാസ്സിൽ ഞാൻ ഇപ്പോൾ നിങ്ങളോട് പറഞ്ഞത്. അപ്പോൾ പരീക്ഷയ്ക്ക് വന്നു കഴിഞ്ഞാൽ ഈ വാദങ്ങളൊക്കെ നിങ്ങൾ സമർത്ഥമായിട്ട് സമർത്ഥിക്കുക. ഓക്കെ, ദെൻ അടുത്തതായിട്ട് നമ്മൾ പറയാൻ പോകുന്നത് ആർഗ്യുമെൻറ്റ് ഇൻ ഫേവർ ഓഫ് കോർപ്പറേറ്റ് സോഷ്യൽ റെസ്പോൺസിബിലിറ്റി. കോർപ്പറേറ്റ് സോഷ്യൽ റെസ്പോൺസിബിലിറ്റി ഒരു ഓർഗനൈസേഷൻ ആവശ്യമാണ്. അതിനുള്ള ഫേവറായ വാദങ്ങളാണ് നമ്മൾ അടുത്തതായിട്ട് പറയുന്നത്. ദെൻ ഫസ്റ്റ് വൺ, ഡിസ്ചാർജിങ് സോഷ്യൽ റെസ്പോൺസിബിലിറ്റി സ്ട്രെങ്തൻ ദ കോർപ്പറേഷൻസ് ഫൗണ്ടേഷൻ ടു ഏൺ പ്രോഫിറ്റ് നോട്ട് ജസ്റ്റ് ഇൻ ദ ഷോർട്ട് റൺ ബട്ട് ഇൻ ദ ലോങ് റൺ. അവൾ കോർപ്പറേറ്റ് സോഷ്യൽ റെസ്പോൺസിബിലിറ്റി ഫോളോ ചെയ്യുന്ന ഒരു ഓർഗനൈസേഷന് അവരുടെ കോർപ്പറേഷൻ സ്ട്രെങ്തൻ ചെയ്യാൻ പറ്റും എന്നുള്ളതാണ്. അവർക്ക് ഒരു പ്രോഫിറ്റ് ഉണ്ടാക്കാണ്ട് ഫൗണ്ടേഷൻ ചെയ്യാൻ പറ്റുന്ന ഒരു അടിത്തറ പാകാൻ പറ്റുന്നതാണ്. അത് പെട്ടെന്ന് തന്നെ ഉണ്ടാവണമെന്നില്ല, ഒരു ഷോർട്ട് റണ്ണിലേക്ക് കിട്ടണമെന്നില്ല. പക്ഷേ ലോങ് റണ്ണിലേക്ക് ഈ CSR ഫോളോ ചെയ്യുന്ന കമ്പനിക്ക് പ്രോഫിറ്റ് കിട്ടാൻ സാധ്യത വളരെ കൂടുതലാണ് എന്നുള്ളതാണ് ഒന്നാമത്തെ വാദം. ദെൻ some of the society problems have been created by the corporations such as pollution and poverty level wages. It is the ethical responsibility of business to correct these wrongs. അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞു സോഷ്യൽ പ്രോബ്ലംസ് ഒന്ന് ഹാൻഡിൽ ചെയ്യാൻ ബിസിനസ്സിന് കയ്യിലാന്ന് നേരത്തെ ഒരു വാദം പറഞ്ഞു. പക്ഷേ ഈ പറഞ്ഞ ചില സോഷ്യൽ പ്രോബ്ലംസ് ഉണ്ടാക്കുന്നത് ബിസിനസ്സാണ്. ദാറ്റ് മീൻസ് ദ പൊല്യൂഷൻ, പോവർട്ടി ലെവൽ വേജസ്, ഈ പറഞ്ഞ സോഷ്യൽ പ്രോബ്ലംസ് ഒക്കെ ഉണ്ടാക്കുന്നത് ബിസിനസ്. അതുകൊണ്ട് തന്നെ അതൊക്കെ തീർക്കേണ്ടതും ആരാണ്? ബിസിനസ്സാണ്. അതൊക്കെ ഫോളോ ചെയ്തുകൊണ്ട് തീർക്കേണ്ടത് എന്നുള്ളതാണ് ഇതിൽ പറയുന്നത്. അപ്പോൾ ഈ പറയുന്ന റോങ് ഒക്കെ കറക്റ്റ് ചെയ്യേണ്ടത് ബിസിനസ് തന്നെയാണ്, അല്ലാതെ ബിസിനസ്സിന് അതിൽ നിന്ന് ഒഴിഞ്ഞു പോകാൻ പറ്റുന്നതല്ല എന്നുള്ളതാണ് പറയുന്നത് അടുത്ത ഭാഗം. ദെൻ നെക്സ്റ്റ് വൺ, അനദർ പോയിന്റ് ഈസ് ദാറ്റ് ബിസിനസ് ഹാവ് മെനി ഓഫ് ദ റിസോഴ്സസ് നീഡഡ് ഫോർ സോൾവിങ് സൊസൈറ്റീസ് പ്രോബ്ലം. ദേ ഷുഡ് ബി യൂസ് ദം ടു ഡു സോ. അപ്പോൾ സൊസൈറ്റിയുടെ ഒരുപാട് റിസോഴ്സസ് ഉപയോഗിച്ചുകൊണ്ടാണ് ബിസിനസ് ചെയ്യുന്നത്. അതുപോലെ തന്നെ ഈ സൊസൈറ്റിയിൽ ഉണ്ടാകുന്ന പ്രോബ്ലംസ് സോൾവ് ചെയ്യേണ്ട ഒരുപാട് റിസോഴ്സസ് സൊസൈറ്റിയിൽ തന്നെ ബിസിനസ്സിൽ തന്നെ ഉണ്ട്. അപ്പോൾ അത് ഉപയോഗിച്ചുകൊണ്ട് ഈ പറയുന്ന സൊസൈറ്റി ഈ പറയുന്ന പ്രോബ്ലംസ് ഒക്കെ സോൾവ് ചെയ്യുക എന്നുള്ളതാണ് പറയുന്നത്. The next one, if the business is not socially responsible, then the government will create a new regulations, establish fines against corporation. അപ്പോൾ ഇത്തരത്തിൽ CSR ഒന്നും ഫോളോ ചെയ്യുന്നില്ല എന്ന് വിചാരിക്കുക ബിസിനസ്, അത് നേരെ തിരിച്ചാണ് ചെയ്യുന്നതെങ്കിൽ അപ്പോൾ അവിടെ ആരുടെ ഇൻ്റർഫേസ് ഉണ്ടാവും? അവിടെ ആരുടെ ഗവൺമെൻറ് അവിടെ റൂൾസ് ആൻഡ് റെഗുലേഷൻസും കൊണ്ടുവരും. അത് ചിലപ്പോൾ ബിസിനസ്സിന് അഗെയിൻസ്റ്റ് ആവും. അതുകൊണ്ട് തന്നെ അതൊന്നും ഇല്ലാതിരിക്കാൻ വേണ്ടിയിട്ട് ആദ്യം തന്നെ നല്ല രീതിയിൽ CSR ഫോളോ ചെയ്യുന്ന ബിസിനസ്സാണ് നല്ലത് എന്നുള്ളതാണ് പറയുന്നത്. ദെൻ നെക്സ്റ്റ് വൺ, സോഷ്യൽ റെസ്പോൺസിബിലിറ്റി ക്യാൻ ബി പ്രോഫിറ്റബിൾ. നമ്മൾ നേരത്തെ പറഞ്ഞു സോഷ്യൽ റെസ്പോൺസിബിലിറ്റി എന്നൊരു പ്രോഫിറ്റബിൾ ആണ്. കാരണം ഷോർട്ട് റണ്ണിലേക്ക് നമ്മൾക്ക് ചിലപ്പോൾ പ്രോഫിറ്റ് ഉണ്ടാവും, പക്ഷേ ലോങ് റണ്ണിലേക്ക് ബിസിനസ്സിന് ഒരു സ്ഥാനം തന്നെ സൊസൈറ്റിയിൽ ഉണ്ടാവും. അപ്പോൾ ആ രീതിയിൽ ലോങ് റണ്ണിലേക്ക് നല്ല രീതിയിലുള്ള പ്രോഫിറ്റ് ഉണ്ടാക്കാൻ വേണ്ടി പറ്റും. അതിന് ഒരുപാട് ഉദാഹരണങ്ങൾ നമ്മുടെ സൊസൈറ്റിയിൽ ഒരുപാട് കമ്പനീസ് നമ്മുടെ സൊസൈറ്റിയിൽ ഉണ്ട് എന്നുള്ളതാണ് അഞ്ചാമത്തെ ഭാഗം. ദെൻ നെക്സ്റ്റ് വൺ, പ്രൊട്ടക്ട് ദി ഇൻട്രസ്റ്റ് ഓഫ് സ്റ്റേക്ക് ഹോൾഡേഴ്സ്. ലേബർ ഫോഴ്സ് യുണൈറ്റഡ് ഇൻറ്റു യൂണിയൻസ് ദ ഡിമാൻഡ് പ്രൊട്ടക്ഷൻ ദെയർ റൈറ്റ്സ് ഫ്രം ബിസിനസ് എന്റർപ്രൈസ് ടു ഗെറ്റ് സപ്പോർട്ട് ഓഫ് വർക്കേഴ്സ്. ഇറ്റ് ബിക്കം എ നെസസറി ഓർഗനൈസേഷൻ ഡിസ്ചാർജ് responsibility towards their employees.
അപ്പോൾ ഈ സോഷ്യൽ റെസ്പോൺസിബിൾ CSR എന്ന് പറയുന്നത് ബിസിനസ്സിന് സൊസൈറ്റി മാത്രമല്ല, സൊസൈറ്റി എന്ന് പറയുന്നത് ആ ബിസിനസ്സിൽ വർക്ക് ചെയ്യുന്ന എംപ്ലോയീസും കൂടി സൊസൈറ്റിയുടെ ഭാഗമാണ്. അപ്പോൾ ഈ പറഞ്ഞ CSR ഫോളോ ചെയ്യുന്ന ഓർഗനൈസേഷൻ അവരുടെ സ്റ്റേക്ക് ഹോൾഡേഴ്സ് അല്ലെങ്കിൽ അവരുടെ എംപ്ലോയീസിന് വേണ്ട രീതിയിൽ എല്ലാ റൈറ്റ്സും അവരുടെ എല്ലാ ഈ പറയുന്ന റൈറ്റ്സും പ്രൊട്ടക്റ്റ് ചെയ്യുന്നതായിരിക്കും എന്നുള്ളതാണ് പറയുന്നത്. അതുകൊണ്ട് തന്നെ അവർക്ക് ഈ സംഘടിക്കാനുള്ള അവകാശം നൽകുന്നതായിരിക്കും, അവരുടെ വേജ് പേയ്മെൻറ്റുമായിട്ട് ബന്ധപ്പെട്ട എല്ലാം ചെയ്യുന്നതായിരിക്കും എന്നുള്ളതാണ്. അപ്പോൾ CSR നിർബന്ധമായിട്ടും ഒരു ഓർഗനൈസേഷനിൽ വേണം എന്നുള്ളതാണ്. Then seventh one, firms that assume social responsibility may suffer losses in the short run, but fulfilling the social obligation is beneficial for long-term survival of the firm. The short-term costs are therefore invest for long-term profit. നേരത്തെ പറഞ്ഞ അതേപോലെ തന്നെ സോഷ്യൽ റെസ്പോൺസിബിലിറ്റി ചിലപ്പോൾ ആദ്യമൊക്കെ നമുക്ക് ഒരു ലോസ് ഉണ്ടാക്കും, പക്ഷേ ഭാവിയിൽ അത് നമുക്ക് നല്ല രീതിയിലുള്ള പ്രോഫിറ്റ് ഉണ്ടാക്കും എന്നുള്ളതാണ് പറയുന്നത്. Then business organizations are powerful institutions of the society. Their acceptance by the society will be denied if they ignore social problems. To avoid self-destruction, the long run, the business enterprise assumes social responsibility. A business organization ഒരു പവർഫുൾ ഇൻസ്റ്റിറ്റ്യൂഷൻ ആണ് സൊസൈറ്റിയുടെ. അതുപോലെ തന്നെ അവർ ഈ പറഞ്ഞ സോഷ്യൽ പ്രോബ്ലം നിന്നൊക്കെ അവർ ഒഴിഞ്ഞു മാറിക്കഴിഞ്ഞാൽ അത് ഈ പറയുന്ന ലോങ് റണ്ണിലേക്ക് സൊസൈറ്റിയിൽ നിന്ന് അവരെ ഒഴിവാക്കുന്നത് പോലെയാകും. സൊസൈറ്റിക്ക് വലിയ മതിപ്പൊന്നും അത്തരത്തിലുള്ള ബിസിനസ് ഓർഗനൈസേഷനിൽ ഉണ്ടാവില്ല. അപ്പോൾ അത് ഒഴിവാക്കണമെങ്കിൽ അവരെന്ത് ചെയ്യണം, ഈ പറഞ്ഞ സോഷ്യൽ ഇഷ്യൂസിലൊക്കെ അവർ ഉൾപ്പെടുകയും അവർ അതിലൊക്കെ അവരുടെ സ്കില്ല് പ്രകടിപ്പിക്കുകയും ഈ CSR ഫോളോ ചെയ്യുകയും ചെയ്യണം എന്നുള്ളതാണ് പറയുന്നത്. Then non-conformance to social norms may attract legislative restriction. അപ്പോൾ ഈ CSR ഒന്നും ഫോളോ ചെയ്യാത്തവർക്ക് അപ്പോൾ അവരെന്ത് ചെയ്യും, ലെജിസ്ലേറ്റീവ് റെസ്ട്രിക്ഷൻ ഉണ്ടാകും. ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തുനിന്നായെങ്കിൽ അതർ ബോഡീസിൻ്റെ ഭാഗത്തുനിന്നായെങ്കിൽ ഒരുപാട് തരത്തിലുള്ള എന്താ പറയേണ്ട റൂൾസും റെഗുലേഷനും ഒക്കെ വരും. അതൊക്കെ ഈ പറയുന്ന ബിസിനസ്സിനെ അഡ്വേഴ്സായിട്ട് എഫക്റ്റ് ചെയ്യും. അതിനേക്കാളും നല്ലത് നല്ല രീതിയിൽ CSR ഫോളോ ചെയ്യുക എന്നുള്ളതാണ്. Then പത്താമത്തെ പറഞ്ഞ് ബിസിനസ് ഓർഗനൈസേഷൻ ആവെ എന്യൂമറസ് റിസോഴ്സസ് വിച്ച് ക്യാൻ ബി പാർട്ട്ലി യൂസ്ഡ് ഫോർ സോൾവിങ് സോഷ്യൽ പ്രോബ്ലംസ്. ആ ബിസിനസ് ഓർഗനൈസേഷൻ ഒരുപാട് തരത്തിലുള്ള റിസോഴ്സസ് ഉണ്ട്. അത് ഉപയോഗിച്ചുകൊണ്ട് ഈ സോഷ്യൽ പ്രോബ്ലംസ് നമുക്ക് പാർട്ട്ലി ആയിട്ടെങ്കിലും നമുക്ക് സോൾവ് ചെയ്യാൻ പറ്റുന്നതാണ്. ദ ക്രിയേഷൻ ഓഫ് ബിസിനസ് സൊസൈറ്റി ആൻഡ് മസ്റ്റ് വർക്ക് ഇൻ ബെസ്റ്റ് ഇൻട്രസ്റ്റ് ഓഫ് സൊസൈറ്റി ബോത്ത് ഇക്കണോമിക്കലി ആൻഡ് സോഷ്യലി ഇക്കണോമിക്കലി വെല്ലായ കാര്യങ്ങൾ സൊസൈറ്റിക്ക് വേണ്ടി ചെയ്യുക എന്നുള്ളതാണ്. അതിനാവശ്യമുള്ള റിസോഴ്സസ് അവിടെ ഉണ്ട് എന്നുള്ളതാണ് അടുത്ത ഭാഗമായിട്ട് പറയുന്നത്. ദെൻ ബെറ്റർ എൻവയോൺമെൻറ്റ്. ഈ പറഞ്ഞ CSR ഫോളോ ചെയ്ത് കഴിഞ്ഞാൽ അവിടെ നല്ലൊരു എൻവയോൺമെൻറ്റ് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ആർക്ക് പറ്റും, ഈ പറയുന്ന ബിസിനസ്സിന് പറ്റും. അതായത് എന്തെങ്കിലും തരത്തിലുള്ള ഒരു ഡിഫിക്കൽട്ട് പ്രോബ്ലം ഉണ്ടായിക്കഴിഞ്ഞാൽ അവിടെ ഈ സൊസൈറ്റിയിൽ എന്തെങ്കിലും പ്രോബ്ലം ഉണ്ടായിക്കഴിഞ്ഞാൽ അവിടെ ബിസിനസ് ഇൻ്റർഫിയർ ചെയ്യും. അത് ശരിയാക്കുകയും ചെയ്ത് കഴിഞ്ഞാൽ ആ സൊസൈറ്റിക്ക് തന്നെ ബിസിനസ്സിനോടൊരു മതിപ്പുണ്ടാവും. അപ്പോൾ അത് കസ്റ്റമറെ അട്രാക്റ്റ് ചെയ്യാനും ഈ പറയുന്ന കാര്യങ്ങളൊക്കെ ചെയ്യാൻ വേണ്ടി സാധിക്കുമെന്നുള്ളതാണ്. ദെൻ സോഷ്യൽ റെസ്പോൺസിബിലിറ്റി ഇംപ്രൂവ് ദ പ്രൈസ് ഓഫ് ബിസിനസ് സ്റ്റോക്ക് ഇൻ ലോങ് റൺ. അപ്പോൾ ലോങ് റണ്ണിലേക്ക് നമ്മുടെ ബിസിനസ് പ്രൈസ് സ്റ്റോക്കിൽ ഇമ്പ്രൂവ് ചെയ്യാനുള്ള സാധ്യത CSR ഫോളോ ചെയ്യുന്ന കമ്പനിക്ക് വളരെ കൂടുതലാണ്. പിന്നെ അതുപോലെ തന്നെ ലോങ് റണ്ണിലേക്ക് പോകുമ്പോൾ നമുക്ക് റിസ്ക് കുറഞ്ഞു കൊണ്ടുവരും. കാരണം നമ്മുടെ പബ്ലിക് നമ്മളെ ആക്സെപ്റ്റ് ചെയ്യുകയും പബ്ലിക്കിൻ്റെ ഇടയിൽ നല്ലൊരു ഗുഡ് വിൽ ക്രിയേറ്റ് ചെയ്യാനും നമുക്ക് സാധിക്കുകയും ചെയ്യും. ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ഇന്നത്തെ ക്ലാസ്സിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. അപ്പോൾ ഇന്ന് നമ്മൾ പറഞ്ഞത് എന്താണ് കോർപ്പറേറ്റ് സോഷ്യൽ റെസ്പോൺസിബിലിറ്റി, അതിൻ്റെ ഒരു ഡെഫിനിഷൻ പറഞ്ഞു. അതേപോലെ തന്നെ എന്തൊക്കെ റെലവൻസ് ആണ് ഒരു ഓർഗനൈസേഷനിൽ CSRനുള്ളത്, അതുപോലെ തന്നെ ആർഗ്യുമെൻറ്റ് എഗെയിൻസ്റ്റും ഫേവറുമായ കാര്യങ്ങൾ പറഞ്ഞു. ഇത്രയും കാര്യങ്ങളാണ് ഈ ക്ലാസ്സിൽ പറഞ്ഞത്. ഇനി അടുത്ത ക്ലാസ്സിൽ നമുക്ക് ഇതുമായി ബന്ധപ്പെട്ട മറ്റുള്ള ചില കാര്യങ്ങൾ പറയാം. ഓക്കെ, അപ്പോൾ ഈ ക്ലാസ് എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ നിങ്ങളത് കമൻറ്റ് ബോക്സിൽ പോസ്റ്റ് ചെയ്യുക. അപ്പോൾ ഈ സബ്ജക്റ്റുമായി ബന്ധപ്പെട്ട ഒരുപാട് ക്ലാസ്സുകൾ ഈ ഒരു ചാനലിലുണ്ട്, അതൊക്കെ നിങ്ങൾ കാണുക. ഈ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, നോട്ടിഫിക്കേഷൻ ഓൾ എന്നും സെറ്റ് ചെയ്തും വെക്കുക. അപ്പോൾ അടുത്ത ക്ലാസ്സിൽ നമുക്ക് ഈ സബ് ചാപ്റ്ററിൽ മറ്റൊരു ടോപ്പിക്കുമായിട്ട് വീണ്ടും കാണാം.